ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിലെ മുൻ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ സ്വീഡിഷ് മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ ടീം റൈറ്റ് ട്രാക്കിലൂടെയായിരുന്നു പോയിരുന്നത്. അടുത്ത മത്സരം തൊട്ട് വിജയിച്ച് കയറാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് മൈക്കിൾ സ്റ്റാറെ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ മാനേജ്മെൻറ്റിന് പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല, ക്ഷമ ഉണ്ടായിരുന്നില്ല എന്നാണ് മൈക്കിൾ സ്റ്റാറെ പറയുന്നത്. അടുത്ത മത്സരം തൊട്ട് വിജയിച്ച് കയറാനായി സാധിക്കുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ പറയാം, മുഹമ്മദ് സിക്കെതിരെയും അതേപോലെ തന്നെ ജംഷഡ്പൂർ സിക്കെതിരെയൊക്കെയാണ് അടുത്ത മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വരുന്നത്. ഒരു പക്ഷേ 7 പരാജയങ്ങൾ നേരിട്ടുകൊണ്ടാവാം മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ സാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർ ഒരിക്കലും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മാനേജ്മെൻറ്റിനെതിരായിരുന്നു ആരാധകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മൈക്കിൾ സ്റ്റാറെ പറയുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രഷർ ഏറിയ കാര്യമാണ്. വളരെയധികം ഹ്യൂജ് ഫാൻ ബേസുള്ള ക്ലബ്ബാണ് അവരുടെ ക്ലബ്ബ്. അതുകൊണ്ടെല്ലാം കോച്ചായിരിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമേറിയ കാര്യമാണെന്നാണ് മൈക്കിൾ സ്റ്റാറെ പറയുന്നത്. പിന്നീട് മൈക്കിൾ സ്റ്റാറെ പറയുന്നു, ഇവിടെ ക്ലബ്ബുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് ഇന്ത്യൻ CBമാർ നല്ല അടിപൊളി ഇന്ത്യൻ CBമാരുടെ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് മൈക്കിൾ സ്റ്റാറെ പറയുന്നത്. പക്ഷേ ഇവിടെ വന്ന് കളിച്ചു തുടങ്ങിയപ്പോഴാണ് ഇന്ത്യൻ CBമാർ അത്ര പോരാ എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത് എന്നാണ് പറയുന്നത്. പിന്നീട് ഞങ്ങൾക്ക് പ്രീ സീസൺ കിട്ടി. പ്രീ സീസൺ ഞങ്ങളെക്കാട്ടി ക്വാളിറ്റി കുറഞ്ഞ ടീമുകളുമായി കളിക്കുന്ന പ്രീ സീസൺ അത്ര കൂടെ ചെയ്യില്ലല്ലോ എന്നാണ് പറയുന്നത്. കോച്ച് വരുന്നതിന് മുമ്പേ ടീം സെറ്റായിക്കൊണ്ടായിരുന്നു ഇവിടെ ടീം സെറ്റാക്കിയിട്ടാണ് കളിപ്പിച്ചിരുന്നത്. പക്ഷെ ഇവിടെ അത്ര നല്ല CBമാരില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പറയുന്നതാണ്. അത്ര ക്വാളിറ്റി കൂടിയ താരങ്ങളില്ല ബ്ലാസ്റ്റേഴ്സിലെ CBമാർ എന്നുള്ളത്, ഇന്ത്യൻ CBമാർ എന്നുള്ളത്. ഇവിടെ ഏറ്റവും നല്ല ഫോറിനേഴ്സിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ പ്ലേയേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ജീസസ് ഇന്ത്യൻസ് ഒക്കെ. പക്ഷേ ഇന്ത്യൻ CBമാർ അത്ര ക്വാളിറ്റി ഉള്ളതല്ലാന്നാണ് മൈക്കിൾ സ്റ്റാറെ പറയുന്നത്. പിന്നീട് ഞങ്ങൾ വരുന്നതിന് മുമ്പേ ടീം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം ഇല്ലാതിരുന്നതെന്നും മൈക്കിൾ സ്റ്റാറെ അഭിപ്രായപ്പെടുന്നു.